വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന കാലത്ത് വനാന്തരീക്ഷത്തിൽ ഒരു പശുഫാം. 45 പശുക്കളുള്ള കാസർഗോഡ് മുന്നാട്ട് ഹരിതം ഫാമിലെ കാഴ്ചകൾ വ്യത്യസ്തമാണ്. സമ്മിശ്ര കൃഷിയുടെ വിളനിലം കൂടിയാണ് ഈ 10 ഏക്കർ പ്രദേശം. വൻമരങ്ങളും കുറ്റിക്കാടുകളും നിറഞ്ഞ വനാന്തരീക്ഷത്തിലൂടെ യുവകർഷകനായ സുധീഷ് കളത്തിങ്കാൽ വീട്ടിൽ നിന്ന് ഫാമിലേക്ക് നടന്നു വരികയാണ്. ഒറ്റ നോട്ടത്തിൽ ഇവിടെ ഒരു ഹൈടെക് ഫാം ഉണ്ടെന്ന് ആരും കരുതില്ല. വനാന്തരീക്ഷത്തിൽ മനസ്സ് കുളിരണിയിക്കുന്ന പശുപരിപാലനം. മുന്നാട് ടൗണിൽ നിന്ന് കേവലം 300 മീറ്റർ അകലെയായാണ് ക്ഷീരകാർഷിക മേഖലയിലെ ഈ വേറിട്ട കാഴ്ച. കുടുംബസ്വത്തായ പ്രദേശത്ത് വനപ്രതീതി നിലനിർത്തിക്കൊണ്ട് 2 പശുക്കളുമായി കന്നുകാലി ഫാം തുടങ്ങിയിട്ട് 1 വർഷം പിന്നിടുമ്പോൾ പശുക്കളുടെ എണ്ണം 45. ഇതിൽ ഗീർ ക്രോസ്, സഹിവാൾ, HF, ജേഴ്സി ഇനങ്ങളിൽപ്പെട്ട ഹൈബ്രിഡ് പശുക്കൾ ഉൾപ്പെടുന്നു. ദിവസവും 400 ലിറ്റർ പാൽ കറന്നെടുക്കുന്നു. ഇതിലൂടെ മാസവരുമാനം 4 ലക്ഷം. ഇത് മൊത്തം ഈ പശു ഫാമിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ മരങ്ങളില്ലാത്ത ചില സ്ഥലങ്ങളിലാണ് ഫാം വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഏകദേശം ഒരു 10 ഏക്കറോളം ഇങ്ങനെ ഒരു വനാന്തരീക്ഷത്തിൻ്റെ പ്രതീതി തന്നെയാണ്. ഇപ്പം 45ഓളം പശുക്കളാണ് കന്നുകുട്ടികൾ ഉൾപ്പെടെ ഇവിടെയുള്ളത്. ഇപ്പം 400 ലിറ്ററോളാണ് ശരാശരി പാലിൻ്റെ ഉൽപ്പാദനം. അതിലൊരു 100 ലിറ്ററോളം നമ്മൾ ബൈ പ്രൊഡക്റ്റായിട്ട് കടകളിൽ ഹരിതം എന്ന ബ്രാൻഡിൽ പാല് ബൈ പ്രൊഡക്റ്റായിട്ട് കടകൾ തൈര് ഉൾപ്പെടെയുള്ള കട്ടിമൂര് സംഭാരം എന്ന രീതിയിലേക്ക് കടകളിൽ എത്തിക്കുന്നുണ്ട്. ബാക്കി ക്ഷീരസംഘത്തിൽ അളക്കുകയാണ് ചെയ്യുന്നത്. മികച്ച മണ്ണ് സംരക്ഷണ കർഷകനുള്ള സംസ്ഥാന അവാർഡ് സുധീഷിന് ലഭിച്ചിരുന്നു. പശുക്കൾ കൂടാതെ വൻമരങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ പല ഭാഗങ്ങളിലായി ആട് ഫാം, നാടൻ കോഴി വളർത്തൽ, മഴവെള്ളം ശേഖരിച്ചുള്ള മത്സ്യകൃഷി, അക്വാപോണിക്സ് തുടങ്ങിയവ സമ്മിശ്ര കൃഷിയുടെ കാഴ്ചകൾ സമ്മാനിക്കുന്നു. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.